ഉൽപ്പത്തി അധ്യായം 31. ലാബാന്റെ മക്കൾ ഇങ്ങനെ പറയുന്നത് അവൻ കേട്ടു. നമ്മുടെ പിതാവിനുള്ളതെല്ലാം യാക്കോബ് കൈവശപ്പെടുത്തി. നമ്മുടെ പിതാവിൻ്റേതിൽ നിന്നാണ് അവൻ ഈ മഹത്വമെല്ലാം ഉണ്ടാക്കിയത്. യാക്കോബ് ലാബാന്റെ മുഖം ശ്രദ്ധിച്ചു. ഇതാ, അത് മുമ്പത്തെ പോലെ ആയിരുന്നില്ല. കർത്താവ് യാക്കോബിനോട് അരുൾ ചെയ്തു, നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്കും സഹചരുടെ അടുത്തേക്കും തിരിച്ചു പോവുക. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. വയലിൽ തൻ്റെ ആടുകളുടെ അടുത്തേക്ക് റാഹേലിനെയും ലേയായെയും യാക്കോബ് ആളയച്ച് വിളിച്ചു. അവൻ അവരോട് പറഞ്ഞു, എന്നോടുള്ള നിങ്ങളുടെ പിതാവിൻ്റെ മുഖം മുമ്പത്തെ പോലെയല്ല എന്ന് ഞാൻ കാണുന്നു. എന്നാൽ എൻ്റെ പിതാവിൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ സർവ്വശക്തിയോടും കൂടെയാണ് നിങ്ങളുടെ പിതാവിനെ ഞാൻ സേവിച്ചതെന്ന് നിങ്ങൾ നന്നായി അറിയുന്നുണ്ടല്ലോ. എന്നാൽ നിങ്ങളുടെ പിതാവ് എന്നെ ചതിക്കുകയും 10 തവണ എൻ്റെ വേതനത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തു. പക്ഷേ എനിക്ക് തിന്മ വരുത്താൻ ദൈവം അവനെ അനുവദിച്ചില്ല. പുള്ളിയുള്ളവയായിരിക്കും നിന്റെ വേതനമെന്ന് അവൻ പറഞ്ഞാൽ എല്ലാ ആടും പുള്ളിയുള്ളതിനെ പ്രസവിക്കും. അതല്ല, വരയുള്ളവയായിരിക്കും നിന്റെ വേതനമെന്ന്